മനസ്സിലാക്കണം. എന്തായാലും മുംബൈ നല്ല വലിയ ഇത് തന്നെയാണ്, ഡൽഹിയും വലിപ്പം തന്നെയാണ്. അപ്പോൾ എന്നാൽ ഇത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു എയർപോർട്ട് തന്നെയാണ് നമ്മുടെ ഈ ഹൈദരാബാദ് എയർപോർട്ട്. ഇപ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. സത്യം പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഫ്ലൈറ്റ് 8:45 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പായിട്ട് കൊച്ചി എയർപോർട്ടിൽ നിന്ന് കഴിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് നേരെ ഹൈദരാബാദ്, അതായത് നമുക്ക് അവിടെ ഇരിക്കാൻ സമയം കിട്ടിയില്ല, പെട്ടെന്ന് തന്നെ ഹൈദരാബാദ് ഫ്ലൈറ്റ് കയറി ഹൈദരാബാദിൻ്റെ ഇവിടെ എത്തി. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിനുള്ളിൽ ബോർഡിങ് തുടങ്ങും. സോ വേണമെങ്കിൽ ഇതാ ഇവിടുന്ന് ചായ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ ചായ കുടിക്കാമെന്നുള്ളതല്ലാതെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്നൊന്ന് കഴിക്കാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് നമ്മളിപ്പോൾ പോകുന്ന ഫ്ലൈറ്റ് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഡൽഹിയിലെത്തി. ഇപ്പോൾ ഈ പോകുന്ന ഫ്ലൈറ്റിലും നമുക്ക് പൈസ കൊടുത്ത് വേണമെങ്കിൽ ഫുഡ് മേടിക്കാതെ പറ്റും. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഡൽഹിയിൽ നിന്ന് നമ്മൾ UK പോകുമ്പോൾ അല്ലെങ്കിൽ ലണ്ടനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫുഡ് സർവീസ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു രാവിലെ വെളുപ്പിലെ 4:35 മറ്റോ. സോ അതുവരെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇനി ഞാനിപ്പം കഴിക്കാനുള്ള ശ്രമം ഒന്ന് നടത്തി നോക്കട്ടെ. ഞാൻ റിസ്ക് എടുത്ത് സാധനം ഞാൻ മേടിച്ച് ജസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള പെട്ടെന്ന് മേടിച്ചു. അതായത് ബ്രെഡ് പക്കോട ഉണ്ട്. അതാ ഇവിടെ ഉണ്ടായതാണ്. അത് തീർന്നു ഏകദേശം ബ്രെഡ് പക്കോട. അത് നമ്മുടെ ബ്രെഡ് നമ്മൾ പക്കാവടയൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു മാവിൻ്റെ അകത്തിട്ട് മുക്കി വറക്കുന്നതാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അപ്പം അവിടെ ബോർഡിങ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തെങ്കിലും നമുക്ക് ഇല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. നമുക്ക് ഇത് കഴിച്ചേ പറ്റുള്ളൂ, കാരണം ഇനി 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊന്നും കിട്ടാനില്ല. അടുത്ത ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു വെളുപ്പനെയാണ്. ഇപ്പം കഴിക്കാൻ നല്ല സ്വസ്ഥമായിട്ട് കഴിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചായ പോയിൻ്റ് നിന്ന് ചായ കൊണ്ട് മേടിക്കണമെന്നുണ്ട്. പക്ഷേ അത് കഴിച്ചുകൊണ്ട് ചൂടോട് ചായ കഴിച്ചുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത് മാത്രമാണ് ഇപ്പം കഴിക്കുന്നത്. അവർ നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടില്ല. ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. ഇപ്പം നമ്മുടെ പക്കോടയ്ക്ക് 300 എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റാണ്. പിന്നെ യൂഷ്വൽ നമുക്കറിയാവുന്ന നമ്മുടെ എയർപോർട്ടിലെ എല്ലാ കടകൾക്കും അതിന് മെയിനൊരു കാരണം എന്ന് വെച്ചാൽ താങ്ക് യു. നമ്മുടെ റെസീപ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. റെസീപ്റ്റ് 314 നമ്മുടെ ഒരു ബ്രെഡ് പക്കോടയ്ക്ക്. ഞാൻ കാണിച്ചു തരാം എന്താണ് ബ്രെഡ് പക്കോട എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതും കഴിക്കുന്നതും. 299.81, ബാക്കി GST ആണ്. പിന്നെ ടോട്ടൽ 314.80. ഇതാണ് ബ്രെഡ് പക്കോട. എൻ്റെ ബ്രെഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്